ഇവിടെ 10-75 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നിലനിന്നിരുന്ന സമ്പ്രദായം, പോത്തുപള്ളി സമ്പ്രദായം, അത് പ്രത്യേകമായ സിലബസ് ഉണ്ടാവില്ല, പ്രത്യേകമായ ബിൽഡിംഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ പള്ളിൻ്റെ ഒരു ചാരത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൊല്ലാക്കന്മാരുടെ ആ കാലത്ത് പ്രായം ചെന്ന് നമ്മളവിടെ മൊല്ലാക്കന്മാരെന്ന് വിളിക്കുകയാണ്. നമ്മളവരെ ചെറുതായി കാണുകയല്ല, അധിക്ഷേപിക്കുകയല്ല. അന്നത്തെ ഒരു ശൈലി അതാണ്. ആ മൊല്ലാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മൊല്ലാച്ചിമാരുണ്ടോ സ്ത്രീകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. അവരും അറിവുള്ളവരാണ്. നമ്മുടെ നാട് അത്ര മോശമൊന്നുമല്ല. നമ്മുടെ സ്ത്രീകൾക്ക് അത് അന്ന് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്കും അറിവുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറിവില്ലാത്തൊരു സമുദായമല്ല നമ്മൾ. കാരണം സ്ത്രീകൾക്ക് കുട്ടികളെ പഠിപ്പിക്കുവാൻ ഉള്ള അറിവ് വേണമല്ലോ. ആ അറിവ് അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ അവർ മൊല്ലാച്ചിമാരെന്ന് അറിയപ്പെടുന്നു. അവരും മതം പഠിപ്പിച്ചിരുന്നു. പിന്നെയാണ് 1950-കൾക്ക് ശേഷം സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണം, ഇന്ന് കാണുന്ന രീതിയിലുള്ള മദ്രസ സംവിധാനങ്ങൾ പിന്നീട് നിലവിൽ വന്നു. എന്നാൽ ഇപ്പോഴും നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഇല്ല. അവിടെ ഇപ്പോൾ പണ്ടത്തെ ഒട്ടുപള്ളി പോലെ തന്നെ പള്ളീൻ്റെ അടുത്ത് പള്ളിയിലെ ഒരു മൂലക്കൽ കുട്ടികൾ പോയി പഠിക്കും. അതല്ലാതെ വ്യക്തമായ സിലബസ് അവർക്കുണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഖുർആൻ മാത്രം ഓതും. നിസ്കരിക്കാനുള്ള രൂപം ഭാവമൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ നിസ്കാരത്തിന് ഫർളും ഷർത്തും അതിൻ്റെ ജായിസായ കാര്യങ്ങളെന്ത്, കറാത്തായ കാര്യങ്ങളെന്തൊന്നും അവർ പഠിപ്പിക്കില്ല. ആ ഒരു സമ്പ്രദായമാണ്. അതേ അവസരത്തിൽ കേരളീയ സമൂഹത്തിൽ ഇതൊക്കെ തന്നെ വളരെ വ്യവസ്ഥാപിതമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കും. ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റ് വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്, സ്കൂളും കോളേജുകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മതേതര രാജ്യമാണ്. മതേതര രാജ്യത്ത് ഗവൺമെൻറ്റിന് അങ്ങനെ ഏതെങ്കിലും പ്രത്യേക മതത്തിനെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഓരോ മതവിഭാഗവും അവരുടെ സമൂഹത്തിന് പഠനം നടത്തി കൊടുക്കുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം കുട്ടികൾക്ക് അവർക്കുള്ള പഠനം അത് നമ്മൾ മുസ്ലിം സമുദായം കൊടുക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലൂടെയുള്ള പഠനവും പരിശീലനങ്ങളും അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിത സഭ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ കീഴിലുള്ള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അത് വ്യക്തമായ രീതിയിൽ നല്ല മാർഗദർശനങ്ങളും നല്ല സിലബസ്, നല്ല പരീക്ഷാ സമ്പ്രദായം, അതുപോലെ തന്നെ ഉപദേശങ്ങളുടെ പരിശോധനകൾ, മാലിന്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങുകൾ, ഇവയെല്ലാം വ്യവസ്ഥാപിതമായി സമയക്രമം അനുസരിച്ച് അതൊക്കെ കൊടുക്കും. ഇന്നത്തെ അധ്യാപകർക്ക് സ്മാർട്ട് ക്ലാസ് പഠിപ്പിക്കാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. മദ്രസയിൽ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, നമ്മൾ ഉസ്താദുമാരെന്ന് വിളിക്കുന്ന നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, അവർക്ക് സ്മാർട്ട് ക്ലാസ് കൈകാര്യം ചെയ്യാൻ, ഓൺലൈൻ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ്ങൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളവരാണ്.